നമ്മള് രണ്ടും മാത്രമേ ഉള്ളൂ എന്ന് തോന്നൂത്. Good afternoon. Good afternoon. Afternoon, ma'am. Good afternoon. Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് നേരമേ ഉള്ളൂ. ഓക്കെ പ്ലീസ്. പ്രേയറിന് ആരെങ്കിലും റെഡി ആണോ? പ്രയർ ഞാൻ ചെയ്യാം സേ. Yes, please. Oh God, thank you for the gift of this new day. Please guide my steps, protect me from harm, and fill my heart with your peace and love. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എവിടെയായിരുന്നു? വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഓക്കെ പ്ലീസ്. ലാസ്റ്റ് ക്ലാസ്സിൽ എവിടെയായിരുന്നു? മിസ്സേ 12 to 18 ആണെന്നുണ്ട്. അത് പറഞ്ഞു. യൂണിറ്റ് 3 പാർട്ട് 3 യൂണിറ്റ് 3 നമ്മളെ പീരിയഡ്സ് മറിയ മോണ്ടിസോറി 2 സ്റ്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്തതിനെ വീണ്ടും പീരിയഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഫോർമേറ്റീവ് പ്ലെയിൻസ് 4 പീരിയഡ്സ് അല്ലെങ്കിൽ 4 ഫോർമേറ്റീവ് പ്ലെയിൻസ് ആക്കിയിട്ടുണ്ട്. അതിൽ ഓരോ പീരിയഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഓരോ ഫോർമേറ്റീവ് പ്ലെയിൻസിനെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ. തേർഡ് പീരിയഡ് 12 to 18 സ്റ്റാർട്ട് ചെയ്തോ? ഇല്ല, ഇല്ല. സെൻസിറ്റീവ് ലാംഗ്വേജ് തോന്നുന്നു. സൗണ്ട് ഇല്ല മിസ്സേ പറയാനായിട്ട്. സെൻസിറ്റീവ് ഞാൻ ക്ലാസ്സിൽ സെൻസിറ്റീവ് ലാംഗ്വേജ് വരെ പറഞ്ഞു തോന്നുന്നേ. ഓ, അത് 4th ചാപ്റ്റർ അല്ലേ? സെൽഫ് കൺസ്ട്രക്ഷൻ ആയോ? അപ്പൊ 3rd യൂണിറ്റ് കഴിഞ്ഞോ? കഴിഞ്ഞു കാണുമല്ലോ, കാരണം 13 കഴിഞ്ഞു. അവർക്ക് സെൽഫ് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇന്നത്തെ ക്ലാസ് ഞാൻ കേറിയിട്ടുണ്ടാവില്ല ചിലപ്പോ. അത് സെൻസിറ്റീവ് ഓരോ കാര്യങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങൾ തന്നെയല്ലേ ക്ലാസ് ലീഡ് ചെയ്തത്? മിനു ആയിരുന്നില്ലേ? എല്ലാത്തിനെയും പറ്റി ഒന്ന് ബ്രീഫ് ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്തല്ലായിരുന്നോ? നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾ നമ്മൾ റിലേറ്റ് ചെയ്തു, കണക്ട് ചെയ്യുകയൊക്കെ ചെയ്തതല്ലേ? യെസ്, ആ ചാപ്റ്റർ ആണ്.
നമ്മൾ 4th യൂണിറ്റ് ആണ് എടുത്തോണ്ടിരിക്കുന്നത്, ദാറ്റ് ഇസ് സെൽഫ് കൺസ്ട്രക്ഷൻ. സോ അതിൽ നമുക്ക് സെൽഫ് കൺസ്ട്രക്ഷൻ നമ്മൾ പ്രീവിയസ് ചാപ്റ്ററിൽ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു കുട്ടിയുടെ ഫസ്റ്റ് പീരീഡും തേർഡ് പീരീഡും കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന പ്രോഗ്രസീവ് ആകുന്ന ഒരു ടൈം തന്നെയാണ്. ഫസ്റ്റ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി കാണുന്നതെല്ലാം അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും, അബ്സോർബ് ചെയ്യും, ആ രീതിയിലാണ് മൈൻഡ്. തേർഡ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് ചേഞ്ച് ആവുന്നുണ്ടോ, സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, കാണുന്ന എല്ലാം ഒന്നും ഉൾക്കൊള്ളില്ല, അവർക്ക് അതിന് പ്രൂഫ് വേണം, എവിഡൻസ് വേണം, അവർ നല്ലപോലെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷമാണ് അവരത് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ നോളജ് അക്വയർ ചെയ്യുന്നതിന്റെ നല്ലൊരു ഫോർമേഷൻ ആണ് അത് തേർഡ് പീരീഡിൽ നമ്മൾ കാണുന്നത്. തേർഡ് പീരീഡ് എന്ന് പറഞ്ഞാൽ 12 വയസ്സ് തുടങ്ങി 18 വയസ്സ് വരെയുള്ള സമയം. ഈ രണ്ട് ടൈമും അവരുടെ സെൽഫ് കൺസ്ട്രക്ഷൻ ആണ്, അവരുടെ പേഴ്സണാലിറ്റി. ആ 12 മുതൽ 18 വയസ്സ് വരെയുള്ള സമയത്താണ് അവരുടെ ഫോക്കസ് കറക്റ്റ് ആവുന്നത്. കരിയർ ആണെങ്കിലും ലൈഫിൽ മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ള ആ ഒരു ഫോക്കസ് കറക്റ്റ് ആവുന്നത് 12 to 18 ഇയേഴ്സ് തേർഡ് പീരീഡിലാണ്. ആ സെൽഫ് കൺസ്ട്രക്ഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഒക്കെ വായിച്ചോ, ബട്ടർഫ്ലൈയുടെ മെറ്റാമോപ്സിസ്, ശലഭ പരിണാമം, നല്ലൊരു പൂമ്പാറ്റയായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഭംഗിയുള്ള ചിത്രശലഭമായിട്ട് ഒരു പുഴു അങ്ങനെ മാറുന്നു എന്നുള്ളതുമായിട്ട് കണക്ട് ചെയ്തിട്ട് കുട്ടികളുടെ ഡെവലപ്മെന്റും അങ്ങനെ തന്നെയാണ്. അവർ നാച്ചുറലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു, അപ്പോഴാണ് അതിന് കംപ്ലീഷൻ വരുള്ളൂ. അവരെ നമ്മൾ ഫോഴ്സ്ഫുള്ളി നിർബന്ധിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നതിന് അതിൻ്റെതായ റിസൾട്ട് കിട്ടില്ല. അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ബട്ടർഫ്ലൈയുടെ മെറ്റാമോപ്സിസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തത്. ഒരു പൂമ്പാറ്റ അല്ലെങ്കിൽ മനോഹരമായ ചിത്രശലഭം ഉണ്ടാകുന്ന അതുമായിട്ട് കമ്പയർ ചെയ്ത് കുട്ടികളും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഞെക്കി പഴുപ്പിച്ചാൽ മധുരം ഉണ്ടാകില്ല, മധുരം അത്ര നന്നായിരിക്കില്ല, താനേ പഴുത്തു വരുന്ന പഴങ്ങളാണല്ലോ നല്ല മധുരമുള്ളത്. അതുപോലെ തന്നെയാണ് കുട്ടികളുടെ കാര്യം. അവര് നാച്ചുറൽ ആയിട്ട് അവരെ ഡെവലപ്പ് ചെയ്തു പോകണം. അവരെ ഭയങ്കരമായിട്ട് റെസ്ട്രിക്ട് ചെയ്ത് കൺട്രോൾ ചെയ്തൊക്കെ വളർത്തുവാണെങ്കിൽ, അവർക്കൊരു ഫ്രീഡവും കൊടുക്കാതെ വളർത്തുവാണെങ്കിൽ അവരുടെ ആ വളർച്ച ശരിയായ രീതിയിൽ നടക്കില്ല എന്നൊക്കെയാണ് നമ്മളിത് പറഞ്ഞത്. അതിൽ 2 ടൂൾസ് ഉണ്ട് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നത്, സെൻസിറ്റീവ് പീരീഡും അബ്സോർബൻ മൈൻഡും. അതിൽ സെൻസിറ്റീവ് പീരീഡിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ എല്ലാ ഏരിയയും കഴിഞ്ഞു, 6 ഏരിയയും കഴിഞ്ഞു, അതോ ലാംഗ്വേജ് വരെ എത്തിയുള്ളൂ? സെൻസിറ്റിവിറ്റി ടു ലാംഗ്വേജ് 1.5 ഇയർ to 3 ഇയേഴ്സ് വരെ വായിച്ചു. മിസ് പറഞ്ഞു തന്നത് ഞങ്ങളെ കൊണ്ട് റീഡ് ചെയ്തിട്ട് അത് പറഞ്ഞു. ഇനി സെൻസിറ്റിവിറ്റി ടു സോഷ്യൽ ആസ്പെക്ട് ഓഫ് ലൈഫ് ഇല്ലേ, അത് പറഞ്ഞു തന്നിട്ടില്ല. Okay, so next, sensitive to social aspects of life, 2.5 years തുടങ്ങി 5 years വരെ. സോ അതൊന്ന് റീഡ് ചെയ്യാമോ? നമ്മൾ സോഷ്യലൈസ് ചെയ്യുന്ന കാര്യങ്ങളാണ്, നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത് കുട്ടികൾ. നമുക്കറിയാം കുട്ടികൾക്ക് 2 രീതിയിൽ ആങ്സൈറ്റി വരാറുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? സ്ട്രേഞ്ചർ ആങ്സൈറ്റി, സെപ്പറേഷൻ ആങ്സൈറ്റി. ഇത് ഏത് കാലഘട്ടത്തിലാണ് വരുന്നത്? സെപ്പറേഷൻ ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ അവർ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ അവരുടെ കെയർ ഗീവറുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും. കാരണം എല്ലാം അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കെയർ ഗീവർ ആണ്. ഫുഡ് ആണെങ്കിലും അവരെ ക്ലീൻ ചെയ്യുന്നതാണെങ്കിലും അവരുടെ ഡ്രസ്സ് മാറ്റിക്കുന്നതാണെങ്കിലും അവർ ഓർക്കുന്നതും ഒക്കെ ചെയ്യുന്നൊരു കെയർ ഗീവർ ഉണ്ടാവും. ഈ കെയർ ഗീവറുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും. ആളിൽ നിന്നൊന്ന് ഡിസ്റ്റന്റ് ആയി കഴിയുമ്പോഴേക്കും ഇവർ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആകും. അതാണ് നമ്മൾ സെപ്പറേഷൻ ആങ്സൈറ്റി എന്ന് പറഞ്ഞത്. അത് കൂടാതെ സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോൾ അവർക്കൊരു പേടി അങ്ങനെ വരും അല്ലെ? മിക്ക കുട്ടികൾക്കും, ചിലർക്ക് അതൊന്നുമില്ല. അങ്ങനെ അത് സ്ട്രേഞ്ചർ ആങ്സൈറ്റി ഉണ്ട്. അത് കഴിഞ്ഞ് ഇവർ സോഷ്യലൈസ് ചെയ്യാനായിട്ട് തുടങ്ങും. അവരുടെ അതേ ഏജിലുള്ള കുട്ടികളുമായിട്ട്, അവരുടെ വീട്ടിലെ മറ്റുള്ളവരുമായിട്ട് കൂടുതൽ അവരെടുക്കാനായിട്ട് തുടങ്ങും. പിന്നെ പുറത്തുനിന്ന് ആരെങ്കിലും വരുമ്പോൾ അവരെ നോക്കി ഒരു സോഷ്യൽ സ്മൈലും അവരുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യാനൊക്കെ തുടങ്ങുന്ന ഒരു ടൈമാണ് സെൻസിറ്റീവ് ടു സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. അതൊന്ന് നോക്കിക്കോളൂ. യെസ്, ആരാ ഒന്ന് റീഡ് ചെയ്യാം? ഞാൻ റീഡ് ചെയ്യാം. Sensitivity to social aspects of life begins at 2.5 years of age. Children reward special attention to other children of their own age. Children at about 3 are in lonesome play. The work of sensitive period facilitates recognizable affections and friendship to develop. In this way, the child learns to be part of a group. 2.5 years ഏജിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജനറൽ ആണ് കേട്ടോ, ജനറലി പറയുന്ന ഒരു ഏജ് ആണ്. എല്ലാ കുട്ടികൾക്കും കറക്റ്റ് ആ ഒരു സമയത്ത് തന്നെ വരണം എന്ന് നിർബന്ധമില്ല. ചിലർ നേരത്തെ സോഷ്യലൈസ് നല്ലപോലെ ഇന്ററാക്ട് ചെയ്യാനായിട്ട് തുടങ്ങും, ചിലർ കുറച്ചുകൂടെ വൈകുമായിരിക്കും സോഷ്യലൈസ് ചെയ്യുന്നതിൽ. മറ്റു കുട്ടികളെ ഇവർ ശ്രദ്ധിക്കാൻ തുടങ്ങും അവരുടെ ഓൺ ഏജിലെ പീർ ഗ്രൂപ്പ്. അത് നമ്മൾക്കും അറിയാം. വീട്ടിലിപ്പോ അവരുടെ പ്രായത്തിലുള്ള ഒരു കുട്ടിയെ കൊണ്ടുവരുമ്പോൾ ടോയ്സ് അവരുമായിട്ട് ഷെയർ ചെയ്യുന്നു.
അവരുമായിട്ടിരുന്ന് കളിക്കുന്നു, എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് കയ്യിലുണ്ടെങ്കിൽ അത് അവരുമായിട്ട് ഷെയർ ചെയ്ത് ഇങ്ങനെയൊക്കെ കാണാനായിട്ട് പറ്റും. ഒരു 3 വയസ്സൊക്കെ ആവുമ്പോഴേക്കും നമുക്ക് കാണാം കുട്ടി തന്നെത്താനെ സംസാരിച്ചുകൊണ്ടിരുന്ന് കളിക്കുന്നതൊക്കെ കാണാം. ടീച്ചറും കുട്ടിയും അതൊക്കെ ഇങ്ങനെ തന്നെ 2 റോളും കയ്യിലെടുത്ത് ആ രീതിയിലൊക്കെ പഠിക്കുന്നത് ചെയ്യാം. ഈ അമ്മയും കുട്ടിയും അങ്ങനെയുള്ള രീതിയിലൊക്കെ ലോൺസം പ്ലേ, അവരൊറ്റയ്ക്കുള്ള ചില കളികളിൽ അവർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. അപ്പൊ ഈ ഒരു സമയത്ത് ഫ്രണ്ട്ഷിപ്പ്, അവരങ്ങനെ സോഷ്യലൈസ് ചെയ്യുമ്പോൾ അവർക്ക് ഫ്രണ്ട്ഷിപ്പ് ഫോം ചെയ്യും. ഒരു LKG ഒക്കെ ചെന്ന് LKG UKG ഒക്കെ ആകുമ്പോൾ നമ്മൾ കുട്ടികളോട് ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് പറയുമ്പോൾ അവർക്ക് ഒരാള് അല്ലെങ്കിൽ 2 പേരൊക്കെ അങ്ങനെ പേരെടുത്ത് അവർ പറയും. ഭയങ്കര പ്രൗഡോടുകൂടി ഭയങ്കര സന്തോഷത്തോടു കൂടിയായിരിക്കും അവർക്ക് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് പല പോസിറ്റീവ് ഫാക്ടേഴ്സും പോസിറ്റീവ് ന്യൂട്രിയൻസും പറയാം, അതെല്ലാം അവർക്ക് മനസ്സിലാവും. അവർക്കും മനസ്സിലാവും, അവർ അതുപോലെ തന്നെ തിരിച്ച് പ്രകടിപ്പിക്കുകയും ചെയ്യും. ലവ്, അഫെക്ഷൻ, കെയർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഷെയറിങ്, അങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ പാർട്ടാകുന്നു. അപ്പൊ ഇങ്ങനെ ഈ ഒരു രീതിയിൽ സോഷ്യലൈസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവരുടെ വാല്യൂസ് എല്ലാം ഡെവലപ്പായി സോഷ്യലൈസ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴേക്കും അവരങ്ങനെ ആ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് തുടങ്ങുന്നു. അവരുടെ സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ലൈഫ് ഡെവലപ്പ് ആകുന്നു. അവർ സെൻസിറ്റീവ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ പറഞ്ഞു കുട്ടി നല്ലൊരു എൻവയോൺമെന്റിലാണ് ജീവിക്കുന്നത്, നല്ല നറിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേസിലാണ്, കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ ഫാക്ടേഴ്സും അവിടെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിലാണ് കുട്ടി ഇങ്ങനെ സെൻസിറ്റീവ് ആകുന്നത്. ഈ ഏരിയകളിലെല്ലാം നല്ല രീതിയിൽ സെൻസിറ്റീവ് ആകുന്നതും എക്സ്പ്രസീവ് ആകുന്നതും. പക്ഷെ അങ്ങനെ ഒരു എൻവയോൺമെന്റ് അല്ല കുട്ടിക്ക് കൊടുത്തിരിക്കുന്നത്, ഒരു മാൽ നറിഷ്മെന്റ് ആണ്. ശരിയായ രീതിയിലുള്ള പോഷണം, ഇത് ഫുഡ് അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്, നമ്മൾ അല്ലാതെ കൊടുക്കുന്ന മെന്റൽ ഹെൽത്തിന് വേണ്ടുന്ന ചില പോസിറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് കുട്ടിക്ക് വേണ്ടുന്ന ഒരു ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് നമ്മൾ പറയും, കുട്ടിക്ക് ആവശ്യമുള്ള ഫ്രീഡം. അതുപോലെ തന്നെ കുട്ടിയെ കെയർ ചെയ്യുന്നത്, അഫക്ഷനോട് കൂടി പെരുമാറുന്നത്, പിന്നെ ടു ബി ലൗഡ്, അത് അവരുടെ റൈറ്റ് ആണല്ലോ, അവരെ നല്ല രീതിയിൽ സ്നേഹിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോഴാണ് അതൊരു നറിഷ്ഡ് എൻവയോൺമെന്റ് ആകൂ, നല്ല പരിപോഷണം കിട്ടുന്ന ഒരു സാഹചര്യം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയില്ല. അത് അങ്ങനെ റൈറ്റ് എൻവയോൺമെന്റ് ആണെങ്കിൽ മാത്രമാണ് ആ 6 സെൻസിറ്റീവ് പീരീഡ് പ്രോപ്പറായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ ആ കുട്ടിയിൽ. പക്ഷെ അതേസമയം അങ്ങനെ ഒരു എൻവയോൺമെന്റിലല്ല കുട്ടി ജീവിക്കുന്നെങ്കിൽ അവരുടെ ഈ 6 ഫേസസ് എങ്ങനെയായിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. അത് 6 എണ്ണവും കൊടുത്തിട്ടുണ്ട്. 2 എണ്ണം വെച്ച് ആരെങ്കിലും റീഡ് ചെയ്തു? യെസ് പ്ലീസ്. ആദ്യത്തെ 2 നമ്മൾ 6 ഏരിയ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് നല്ല നറിഷ്ഡ് നല്ലൊരു എൻവയോൺമെന്റിലൂടെ കുട്ടി പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് കാണാൻ, ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു. ഇനി അങ്ങനെ നല്ലൊരു എൻവയോൺമെന്റ് അടച്ചുകൂട്ടി പണിഷ്മെന്റും കൊടുത്ത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങനെ വളർത്തുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി എങ്ങനെയായിരിക്കും, ഈ ഏരിയകളിലെല്ലാം അതിന്റെ സെൻസിറ്റിവിറ്റി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ സെയിം 6 ഏരിയയില് അങ്ങനെയുള്ള എൻവയോൺമെന്റിലൂടെ ഒരു കുട്ടി കടന്നു പോയാൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് 2 ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്തു പ്ലീസ്. ഞാൻ റീഡ് ചെയ്യാം. Sensitivity to order. If the sensitivity to order is lacking, the child may not be able to turn himself and create a mental picture of the world. Hence, he will feel very anxious and have no confidence in himself. Second point is sensitivity to learning through their 5 senses. If the child is dispossessed of the right environment during this period, example, the child is not allowed to explore with the material, it will inhibit the child from learning. Furthermore, the child may become more disaffected. This may be due to poor development of will, as he has little or no opportunity to work with the materials in his environment. This in turn will lead to poor concentration. It will be difficult for the child to make comparison and judgment because the sensory exploration and exercise are
mean to refine these powers of the child? ഓക്കെ, യെസ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ സെൻസിറ്റീവ് ടു ഓർഡർ, സിസ്റ്റമാറ്റിക് ഒരു ഓർഡർ ഉണ്ട്. എല്ലാ കുട്ടികൾക്കും ഒരു ഓർഡർ ഉണ്ട്. അവർ ആ ഓർഡർ അനുസരിച്ചാണ് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നെല്ലാം നമ്മൾ പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ഒരു നല്ലൊരു എൻവയോൺമെന്റ് അല്ല എങ്കിൽ ആ ഓർഡർ അത് ലാക്കിങ് ആയിരിക്കും. കുട്ടി ചിലപ്പോൾ നല്ല എൻവയോൺമെന്റ് അല്ലെങ്കിൽ കുട്ടിക്ക് സമയത്ത് ഭക്ഷണം കിട്ടുന്നുണ്ടാവില്ലായിരിക്കും, സമയത്ത് കുട്ടിയെ ക്ലീൻ ചെയ്യാൻ ആരും വരുന്നുണ്ടായിരിക്കില്ല, ടോയ്ലറ്റ് ട്രെയിനിങ് ആ ഒരു ഏജ് ആണെങ്കിൽ അത് പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടാവില്ല, കുട്ടി കളിക്കുന്നുണ്ടാവില്ലായിരിക്കും, കുട്ടി ആളുകളുമായിട്ട് ഇടപഴകുന്നുണ്ടാവില്ല, വീട്ടിലുള്ളവരെ പലരെയും കാണുന്നുണ്ടാവില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഓർഡർ എന്നുള്ളത് കുട്ടിക്ക് ലാക്കിങ് ആയിരിക്കും. സമയത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ടാവില്ല, കളിക്കാനുള്ള പ്രൊവിഷൻസ് ഇല്ല, അങ്ങനെ ഇങ്ങനെയുള്ള രീതിയിലെല്ലാം പറയും. അപ്പൊ അവന്റെ തന്നെ ഒന്നിനെ കുറിച്ചും ഒരു മെന്റൽ പിക്ചർ ഉണ്ടാകില്ല. അവൻ ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങളായിരിക്കില്ല പിറ്റേ ദിവസം അവന്റെ ആ ഒരു ഷെഡ്യൂളിൽ വരുന്നത്. അങ്ങനെ ദിവസവും ഒരു കറക്റ്റ് പ്രോപ്പർ വേയിലല്ലാത്ത ഒരു ഷെഡ്യൂൾ ആയിരിക്കും ഈ കുട്ടിയുടെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ പലപ്പോഴും അവനിൽ തന്നെ കോൺഫിഡൻസ് ഉണ്ടാവില്ല, ഭയങ്കര ആൻസൈറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പേടിച്ചൊക്കെ ആയിരിക്കുമല്ലോ അങ്ങനെ ഒരു എൻവയോൺമെന്റിൽ അത് വളരുന്നത്. അവന് പ്രോപ്പറായിട്ട് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല, ആളുകളെ കാണുന്നുണ്ടാവില്ല. ഓക്കെ, നെക്സ്റ്റ് സെൻസിറ്റീവ് ടു ലേണിംഗ് ത്രൂ ദെയർ 5 സെൻസസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, കുട്ടികൾ അവരുടെ എല്ലാ സെൻസസും യൂസ് ചെയ്തിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, അവർ പഠിക്കുന്നത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ റൈറ്റ് എൻവിയോൺമെന്റ് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ, എക്സാമ്പിൾ കുട്ടിക്ക് കളിക്കാനായിട്ട് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല, എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അവസരമില്ല, അങ്ങനെ വരുമ്പോൾ കുട്ടി ആ ഒരു ലേണിംഗ് പല ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴാണ് പല കാര്യങ്ങൾ പഠിക്കുന്നത്. അവന്റെ ലേണിംഗ് വളരെ പുവർ ആവും, അത് വളരെ ആയിട്ട് മോശമാകാനായിട്ട് തുടങ്ങും. അപ്പൊ അങ്ങനെ ഒരു കാര്യങ്ങളും അവന് ചെയ്യാൻ പറ്റാതായിട്ട് വരും. ഇത് നമ്മള് ശബ്ദം കേൾക്കുന്ന ടോയ്സ് കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്, അപ്പൊ അത് അവന് ഉപയോഗിക്കുന്നുണ്ടാവില്ലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ടച്ച് ചെയ്ത് മനസ്സിലാക്കുന്ന രീതിയിലോ, അല്ലെങ്കിൽ അവൻ തന്നെത്താനെ ഇരുന്ന് ഇപ്പൊ വാട്ടർ പോറിംഗ് എല്ലാം നമ്മൾ ചെറിയ പ്രായത്തിലെ കുട്ടികൾക്ക് കൊടുക്കുന്നതാ. അവർ വെള്ളം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പൂണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതൊന്നും അപ്പൊ ഇത് ചെയ്യുമ്പോൾ ശരിക്കും അവന്റെ ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ടാവേണ്ടതാണ്, ഫൈൻ മോട്ടോർ സ്കിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യുക, അതെല്ലാം ലോ ആകും, പുവർ ഡെവലപ്മെന്റിന് കാരണമാകും. അവന് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല, പലപ്പോഴും മെറ്റീരിയൽസ് വെച്ച് വർക്ക് ചെയ്യാനായിട്ട് ഓപ്പർച്യൂണിറ്റി കിട്ടില്ല, അപ്പൊ കോൺസെൻട്രേഷൻ കുറയും. നമ്മൾ എങ്ങനെയാ പറഞ്ഞിരുന്നത്, അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ഉള്ള സ്പേസ് അവന് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവന് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റി ആണെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി അത് ചെയ്യും. അപ്പൊ ആ കോൺസെൻട്രേഷൻ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന അങ്ങനെയാണ്, അതെല്ലാം പുവർ ആവും. കുട്ടിക്ക് ഒന്നും മനസ്സിലാകില്ല, എന്താ ഇത് എന്താ അതൊന്നും മനസ്സിലാകില്ല. അങ്ങനെയാണ് ഇവര് സ്ലോ ലേണേഴ്സ് ആകുന്നതിന്റെ ചെറിയൊരു പ്രശ്നം ഈ ഒരു കാര്യം വരുന്നതാണ്. അല്ലാതെ ജനറ്റിക്കലി ആവാറുണ്ട് സ്ലോ ലേണേഴ്സ്. ഇങ്ങനെയുള്ള അവസരങ്ങളൊന്നും കിട്ടാതെ വരുമ്പോഴാണ് പലപ്പോഴും അവർ സ്കൂളുകളിലൊക്കെ പലപ്പോഴും ലേണിങ്ങിൽ അവർ ബാക്കിലേക്ക് പോകുന്നത്. അവരുടെ എല്ലാ പവേഴ്സിനെ റിഫൈൻ ചെയ്യാനുള്ളതാണ് ഈ സെൻസറി എക്സ്പ്ലോറേഷൻ. സെൻസസ് യൂസ് ചെയ്തിട്ടുള്ള പല വർക്ക് ചെയ്യലും അതുപോലെ തന്നെ അതിന്റെ ആക്ടിവിറ്റീസും. ഓക്കെ, നെക്സ്റ്റ് സെൻസിറ്റീവ് ടു സ്മോൾ ഒബ്ജക്ട്സും സെൻസിറ്റീവ് ടു കോർഡിനേഷൻ ഓഫ് മൂവ്മെന്റ്സും, ആ രണ്ടെണ്ണം. യെസ്, അനേവാച്ചു. Sensitivity to small objects. The lack of the right environment for this sensitivity may demoralize the curiosity of the child in discovering new things. It will make him less observant of his environment and therefore affect his learning. The child might become very passive. Small details usually have a great impact towards the overall results. Sensitivity to coordination of movements. Walking for miles and climbing up and down the staircase has the purpose of advancing his movements. Providing the right environment for this sensitivity is important because children are continuously developing their gross and fine motor skills.
The need to develop balance and agility are important in his self-concept. Okay, sensitivity to small objects. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ടു ഏരിയ പറഞ്ഞു അല്ലെ, സെൻസിറ്റീവ് ടു ഓർഡറും അതുപോലെ തന്നെ 5 സെൻസസ് യൂസ് ചെയ്തുള്ള ലേണിംഗ്. ഈ 5 സെൻസസ് യൂസ് ചെയ്ത് ലേണിംഗ് എന്ന് പറയുമ്പോൾ കുട്ടി കാണുന്നുണ്ട് പല കാര്യങ്ങളും അല്ലെ. അപ്പൊ അതിനുള്ള ഒരു അവസരം കുട്ടിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ കുട്ടിക്ക് ഒബ്സർവ് ചെയ്യാനുള്ളത്, ചെറിയ ചെറിയ ഒബ്ജക്ട്സിനെ കാണുമ്പോൾ അത് നോക്കിയിരിക്കാനും അതിനുള്ള ക്യൂരിയോസിറ്റി നഷ്ടപ്പെടും. കാരണം ഓൾറെഡി അതിനുള്ള ഒരു അവസരം കുട്ടിക്ക് കിട്ടുന്നില്ല. അങ്ങനെ റൈറ്റ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ പലപ്പോഴും അവന്റെ ക്യൂരിയോസിറ്റി അതെല്ലാം വളരെ താന്നു പോകും. പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും അങ്ങനെയുള്ളതെല്ലാം അവനിൽ താന്നു പോകും. അപ്പൊ അവൻ വളരെ കുറവായിരിക്കും ഒബ്സർവ് ചെയ്യുന്നത്. അത് അവന്റെ ലേണിംഗിൽ അഫക്റ്റ് ചെയ്യുന്നു. അവർ പല കാഴ്ചകൾ കണ്ടും കേട്ടും ഒക്കെയാണ് അവർ പലതും പഠിക്കുന്നത്. അത് അവന്റെ ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യും. അത് പതുക്കെ ഒട്ടും ആക്റ്റീവ് അല്ലാതാകും, പാസീവ് ആകും. ചുമ്മാ ഒരു ഭാഗത്ത് ഇരുത്തി കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കും. ചില ക്ലാസ് റൂമിലൊക്കെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിങ്ങനെ അനങ്ങാതിരിക്കും, ഇങ്ങനെ ഇരിക്കും. ശരിക്കും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ ഒബ്സർവ് ചെയ്യുന്നത് വളരെ അധികം ഇമ്പാക്ട് അവരുടെ ഡെവലപ്മെന്റിൽ ഉണ്ടാക്കാറുണ്ട്. അവര് സ്മോൾ ഒബ്ജക്ട്സിനെ ഒബ്സർവ് ചെയ്യുന്നത്. നെക്സ്റ്റ്, സെൻസിറ്റിവിറ്റി ടു കോർഡിനേഷൻ ഓഫ് മൂവ്മെന്റ്സ്. നമ്മൾ മൂവ്മെന്റ്സിന്റെ കാര്യം പറഞ്ഞു. ഈ കുട്ടികളെ അവർ നടക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ചില ആളുകൾ അവര് നടക്കാനായിട്ട് അനുവദിക്കില്ല, ഇങ്ങനെ ഫുൾ ടൈം എടുത്തോണ്ടിരിക്കും. പ്രായവര് പറയാറില്ലേ, കൊച്ചിനെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കരുത്, അത് വളരില്ല. ആൾമോസ്റ്റ് സിമിലർ. അപ്പൊ കോർഡിനേഷൻ ഓഫ് മൂവ്മെന്റ്സ്, നടക്കാൻ തുടങ്ങും. ഒരു വയസ്സ് കവറാകുമ്പോൾ നടക്കാനൊക്കെ തുടങ്ങുമെങ്കിലും അതിന്റെ ബാലൻസ്, ബോഡിയുടെ കോർഡിനേഷൻ, കൺട്രോൾ ഒക്കെ സാധിക്കുന്നത് ഒരു 2 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കാണ് ആ ഒരു കൺട്രോൾ ഒക്കെ വരുന്നത്. അപ്പൊ അവരിങ്ങനെ ഓടുകയും നടക്കുകയും ചാടുകയും എവിടെയെങ്കിലും പിടിച്ചു കയറുകയും ഒക്കെ ചെയ്യുന്നത് അവരുടെ മൂവ്മെന്റ്സിന് അഡ്വാൻസ്മെന്റിന്റെ കാരണമാണ്. അവർ ഡെവലപ്പ് ആകുന്നു, അവരുടെ മസിൽസ് പലതും. റൈറ്റ് എൻവയോൺമെന്റ് ആണെങ്കിൽ ഇത് അവരുടെ ആ ഒരു ഗ്രോസും ഫൈൻ മോട്ടോർ സ്കിൽസും. ഒരിടത്ത് പിടിച്ചു കയറുവാണ്. കയറുക എന്ന് പറയുമ്പോൾ കാല് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, അതുപോലെ തന്നെ കയ്യും യൂസ് ചെയ്യുന്നുണ്ട്. കാല് യൂസ് ചെയ്യുമ്പോൾ കാലിലെ വലിയ മസിൽസ്, ഗ്രോസ് മോട്ടോർ സ്കിൽസ് അത് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. എവിടെയെങ്കിലും പിടിച്ചു കയറുമ്പോൾ ഈ വിരലിൽ അത്രയും ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അപ്പൊ ആ ഫിംഗേഴ്സിന് നല്ലൊരു ബലം കിട്ടും. അത് നല്ല മൂവ് ആവും, അത് അടുത്ത സ്ഥലത്തേക്ക് പിടിക്കും. അങ്ങനെ അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസും ഡെവലപ്പ് ആകുന്നു. ഇങ്ങനെ ഉള്ള മോട്ടോർ സ്കിൽസിന്റെ ഡെവലപ്മെന്റ് ലോ ആകും. അതാ ചില കുട്ടികൾ ഒരു പ്രായം കഴിഞ്ഞാലും അവര് നടക്കുന്ന കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു കുഴപ്പം പോലെ തോന്നുന്നു. കുട്ടികൾ എന്താ നടക്കുന്നുണ്ട്, നടത്തം ശരിയായിട്ടില്ലല്ലോ എന്ന് നമ്മൾക്ക് തോന്നുന്നുണ്ട്. ഇങ്ങനെ ബാലൻസ്, എജിലിറ്റി, അവരുടെ ആ ഒരു വേഗതയും സ്പീഡും എല്ലാം കൂടെ ചേരുന്ന നല്ലൊരു മൂവ്മെന്റ്, ഇതെല്ലാം അവരുടെ വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. കാരണം കുട്ടികളൊന്ന് കോൺഫിഡന്റ് ആകും അവരെ കുറിച്ച് തന്നെ, അവരുടെ ആ ഒരു രീതികളെ കുറിച്ച് തന്നെ അവരുടെ ആ ഒരു സെൽഫ് കോൺസെപ്റ്റ് ഒക്കെ അത് ഇംപ്രൂവ് ആകും. പക്ഷെ നമ്മൾ അങ്ങനെയുള്ളൊരു ചാൻസ്, അങ്ങനെ ഒരു എൻവയോൺമെന്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നേരെ കാണിക്കും. നെക്സ്റ്റ്, ലാസ്റ്റ് ടു, സെൻസിറ്റിവിറ്റി ടു ലാംഗ്വേജും സെൻസിറ്റിവിറ്റി ടു ദി സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. അതിലെ കുറവുകൾ, നല്ല എൻവയോൺമെന്റ് അല്ലെങ്കിൽ അതിൽ എന്തെല്ലാമാണ് കുറവുകൾ, ഫ്ലോസ്, ലാക്കിംഗ് എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. അതാരെങ്കിലും റീഡ് ചെയ്തോളൂ. പ്ലീസ് ആരില്ലേ? കുറവ് പേരുള്ളത് കൊണ്ടാണോ വായിക്കാനും മടി? Sensitivity to language. If a child is not exposed regularly to language during this period of time, his language will be irrevocably damaged. He will become less sensitive to the sounds of his language and would have a difficult time learning the structure of his language. Children will also become less confident and may develop
low self-concept due to his inefficiency to express himself, sensitivity to the social aspects of life, depriving the right environment for his sensitivity, the child will feel lonely, hence wanting a lot of attention from the parents. As a result, the child will become very unfriendly and antisocial. ഓക്കെ, ലാസ്റ്റ് ടൂല് ഫിഫ്ത്ത് വൺ സെൻസിറ്റീവ് ലാംഗ്വേജ്. നമ്മൾ സംസാരിക്കാതെ മിണ്ടാതെ ഒക്കെ ഇരിക്കുവാണെങ്കിൽ ഒരു കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യില്ല, അത് വളരുന്ന ആ ഒരു ചുറ്റുപാടില്. അപ്പൊ ശരിക്കും ഒരു ചെറിയ ഫാമിലി ഒക്കെ ആവുമ്പോൾ ഇതാണൊരു അച്ഛനും അമ്മയൊക്കെ ജോലിക്ക് പോകുന്നു. ആരോ പറഞ്ഞല്ലോ ഒരു കെയർ ടേക്കർ ഉണ്ട്, നിങ്ങളുടെ ബാച്ചിലാണോ പറഞ്ഞത്? അതെ 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 അല്ലെ, ആ പാട്ട് മാത്രം പാടുന്ന കുട്ടി, അങ്ങനെയല്ലേ പറഞ്ഞത്? അതെ അതെ പാട്ട് പാടും, മിന്നു. വർത്താനം പറയില്ല എന്ന് പറഞ്ഞു. അതാണ്, പാട്ട് മാത്രം പാടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആ ഒരു വരുന്ന മെയ്ഡ്, കുട്ടിയെ നോക്കാൻ വരുന്നവര് ഇങ്ങനെ കുട്ടിയെ ഉറക്കാനായിട്ട് ഈ താരാട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. വേറെ ഒന്നും ആ കുട്ടി പറയുന്നില്ല. കുട്ടികളോട് ഇങ്ങനെ സംസാരിക്കണം, അവര് എത്ര മാസമാണെങ്കിലും സാരമില്ല, ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ അവര് നമ്മുടെ ആക്ഷൻസും നമ്മുടെ ലിപ് റീഡിങ്ങും അവര് ശരിക്കും റീഡ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അവര് സംസാരിക്കാൻ തുടങ്ങും. അവര് പലപ്പോഴും പറയുന്നത് നമുക്ക് മനസ്സിലാവുണ്ടാവില്ലായിരിക്കും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പല വാക്കുകൾക്കും അവർ പുതിയ വാക്കുകൾ ക്രിയേറ്റ് ചെയ്ത് കണ്ടുപിടിക്കും. അതൊക്കെ ഭയങ്കര രസം. നമ്മൾ ഓർമ്മയിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമുള്ള കാര്യങ്ങളൊക്കെയാണ്. ശരിയായ ഒരു എൻവയോൺമെന്റ് അല്ല എങ്കിൽ ആ കുട്ടിയുടെ ലാംഗ്വേജ് അത് വളരെ ലോ ആയിരിക്കും, പുവർ ആയിരിക്കും. ഇറവക്കബിളി ഡാമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഇൻകേപ്പബിൾ ആയിരിക്കും. അതിനെ അത് വീണ്ടും നമ്മൾക്ക് തിരിച്ചാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. തിരിച്ച് അത് നമുക്ക് പറ്റാതെ വരും. ഇൻകേപ്പബിൾ ഓഫ് റിട്രീവ്, അതിനെ തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ ഡാമേജ് ആയി പോകും സംസാരത്തിന്റെ ആ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ. അതുപോലെ സൗണ്ട്സ് കേട്ട് കഴിഞ്ഞാൽ വളരെ ലെസ് സെൻസിറ്റീവ് ആയിരിക്കും. ചില കുട്ടികൾ സൗണ്ട്സ് കേട്ട് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടും നമ്മൾ കാണാം. പക്ഷെ ഇവരതൊന്നും ശ്രദ്ധിക്കില്ല, ഒട്ടും താല്പര്യമില്ല അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഓടിപ്പോവാനും നോക്കാൻ. പിന്നെ നമ്മൾ അവർക്ക് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കേണ്ട വരും. അവരുടെ ലാംഗ്വേജ്, സ്പീച്ച് തെറാപ്പിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അതും കറക്റ്റ് ഏജിൽ ഐഡന്റിഫൈ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഭയങ്കര പിന്നീടും ബുദ്ധിമുട്ടായിരിക്കും. അത് അവരുടെ കോൺഫിഡൻസ് കുറയ്ക്കും, അവരുടെ സെൽഫ് കൺസെപ്റ്റ് ഒക്കെ ലോ ആക്കും. അവനെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ, സംസാരിക്കാനായിട്ടും ശരിയായ ലാംഗ്വേജ് ഇല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ വരുമല്ലോ. ഞാനൊരു മൂവിയുടെ കാര്യം പറഞ്ഞിട്ടതാണ് എൻ്റെ ഓർമ്മ. ഒരു കുട്ടി 5 or 6 years ആ ഒരു ടൈമിൽ, KG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡോ അങ്ങനെ എന്തോ ടൈമിലായിരുന്ന സമയത്ത് ഒറ്റ മോനാണ് അച്ഛന്റെ അമ്മയുടെ. ആ കുട്ടിയെ ഒരു ആരോ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി. കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ട് വർഷങ്ങൾക്ക് ശേഷം, എത്ര വർഷം എനിക്ക് ഓർമ്മയില്ല, 3 years ആണ്, 2 years ആണ്, വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കുട്ടിയെ കണ്ടെത്തുന്നത്. അപ്പൊ 5, 6 ആ ഒരു ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി നല്ലപോലെ സംസാരിക്കാൻ തുടങ്ങുന്ന പ്രായമാണ് അല്ലെ. ഈ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയ വ്യക്തി ഒരു ബേസ്മെന്റിൽ, അതായത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് താഴെയായിട്ടൊരു റൂം പോലെ ഉണ്ടായിരുന്നു. അത് ആരും തിരിച്ചറിയില്ലാത്ത ഒരു സ്ഥലത്തായിരുന്നു. അവിടെ കൊണ്ടുപോയി കുട്ടിയെ അവിടെ തടങ്കലിലാക്കും. എന്നിട്ട് കുട്ടിക്കുള്ള ഭക്ഷണവും അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ മാത്രമാണ് ഈ വ്യക്തി ചെല്ലുമ്പോ മാസ്ക് വെച്ചൊക്കെ മൂടിയാ ചെല്ലുന്നത്, കുട്ടിക്ക് ആളെ മനസ്സിലാകാതിരിക്കാൻ. എന്നിട്ട് ചില സൈൻ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് കുട്ടിയോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുട്ടിക്ക് അവിടെ സംസാരിക്കാനും ആരും ഇല്ലാണ്ടായി. അങ്ങനെ കുട്ടിയുടെ ലാംഗ്വേജ് പോയി. പിന്നെ തിരിച്ചിവനെ പോലീസ് കണ്ടെത്തിയൊക്കെ വരുമ്പോഴേക്കും അവൻ അതുവരെയും ഡെവലപ്പായി വന്നിരുന്ന ലാംഗ്വേജ് കംപ്ലീറ്റ് ഇല്ലാതാകും. അവൻ യൂസ് ചെയ്യുന്നത് ഈ സൈൻ ലാംഗ്വേജ് ആയി. അവൻ അങ്ങനെ ഒരു എൻവയോൺമെന്റിൽ എത്ര വർഷങ്ങൾ, കുറെ നാളുകൾ കിടന്നപ്പോൾ അവൻ ഉണ്ടായിരുന്ന ലാംഗ്വേജും കൂടെ പോകും. അതിപ്പോ വലിയ കുട്ടികളുടെ കാര്യത്തിലും അത് വളരെ പറയാ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. കോവിഡ് സമയത്ത് എനിക്ക് തോന്നുന്നു, കോവിഡ് ഔട്ട് ബ്രേക്ക് ഉണ്ടായ സമയത്ത് എന്റെ മോള് 7th-ലായിരുന്നു തോന്നുന്നു. 8, 9 പകുതി വരെ എങ്ങാണ്ടും ഒരു ഓൺലൈൻ ക്ലാസ് ആയിരുന്നു കേട്ടോ. ഇവര് 9 പകുതി ആയപ്പോ ഇവരുടെ ക്ലാസ്സില് കർണാടകയിൽ നിന്ന്, മലയാളി കുട്ടിയാണ്, പക്ഷെ അത് ബോൺ ആൻഡ് ബ്രോട്ടപ്പ് കർണാടകയിലായിരുന്നു. കർണാടകയിലോ ആന്ധ്രാപ്രദേശിലോ ഒക്കെ ആയിട്ടാണ് ഇത് ജനിച്ചതും വളർന്നതും ഒക്കെ.
അപ്പൊ ഈ കുട്ടി വന്നു, ഈ കുട്ടിക്ക് മലയാളം ഒട്ടും അറിയില്ല, പക്ഷെ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. പക്ഷെ ഒരു ക്ലാസ് ഓൺലൈൻ കഴിഞ്ഞൊരു നേരിട്ടുള്ള ഡൗൺ ലെവലിലെ ക്ലാസ്സായി കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴല്ലോ ഈ കുട്ടി മലയാളം സംസാരിക്കാൻ തുടങ്ങുന്നു. അതിന്റെ ഉണ്ടായിരുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് അതിന് നഷ്ടപ്പെട്ടു. ഇപ്പൊ ഞാനിങ്ങനെ മോളോട് പറയും, നിങ്ങൾക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഇംഗ്ലീഷ് മാത്രം അറിയാവുന്ന ഒരു കുട്ടി വരുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ഡെവലപ്പ് ആകാൻ നല്ലൊരു ഇതാണെന്ന് നമുക്ക് മോളിനോട് പറയും, ഞങ്ങൾ അവനെ മലയാളം പഠിപ്പിക്കുവാന്ന്. അപ്പൊ പിന്നെ അവൻ ഇപ്പൊ മലയാളേ പറയുള്ളൂ, അവന്റെ ലാംഗ്വേജ്. ഇപ്പൊ അവന്റെ ചിറ്റിയാണ് അവന്റെ ലോക്കൽ ഗാർഡിയൻ ഇവിടെ. ചിറ്റി എന്നോട് പറയായിരുന്നു, നല്ല ലാംഗ്വേജ് ഉണ്ടായിരുന്ന കുട്ടിയാണ് ഇംഗ്ലീഷ്, ഇപ്പൊ അത് ഇനി അവന് അത് പോകും. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് വലുതാവുമ്പോഴും ഇതേ പ്രശ്നം വരികയായിരിക്കണം. ആ ഒരു കുട്ടിയിൽ കണ്ട ഒരു കാര്യം കേട്ടോ. ചെറുപ്പത്തിലെ കാര്യം ഇപ്പൊ പറയണ്ടല്ലോ, ചെറുപ്പത്തിലാണ് ഇങ്ങനെ പ്രശ്നം വരുന്നെങ്കിൽ അങ്ങനെയുള്ള കോൺഫിഡൻസ് ഒക്കെ നമുക്ക് നമ്മളെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെ നമുക്ക് ആകെ ഒരു വല്ലാത്ത പെയിൻ ആയിരിക്കും അല്ലെ. നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഒരു കാര്യം മറ്റൊരാളെ പറയാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴേക്കും നമുക്ക് ആകെ വല്ലാത്തൊരു വിഷമം, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കുറയുകയൊക്കെ ചെയ്യും. നെക്സ്റ്റ് സോഷ്യലൈസ് ചെയ്യുന്ന കാര്യം, സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോ തന്നെ നമുക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു കുട്ടി ഒരിക്കലും ഇന്ററാക്ട് ചെയ്യാനായിട്ട് പുറകോട്ടായിരിക്കും. അവർക്ക് ഇന്ററാക്ട് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അതിന്റെ സെൻസിറ്റിവിറ്റി വളരെ ലോ ആയിരിക്കും. എപ്പോഴും ലോൺലി, കുട്ടിക്ക് കൂടെ ആരും ഉണ്ടായിരുന്നും കാണില്ല. അങ്ങനെയാണെങ്കിൽ അവൻ നല്ല രീതിയിൽ വളർന്നു വന്നേനെ. എപ്പോഴും ഒറ്റയ്ക്ക് ആ ലോൺലിനെസ് അതുണ്ടാവും. ശരിക്കും അങ്ങനെയുള്ള കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള കെയർ, അറ്റൻഷൻ പാരന്റ്സ് സൈഡിൽ നിന്നുണ്ടാകും. അല്ലെങ്കിൽ ഒരു ഭയങ്കര അൺഫ്രണ്ട്ലി, ആന്റി സോഷ്യൽ ആ ഒരു രീതിയിലിരിക്കും. ചിലർ ഭയങ്കരമായിട്ട് വിഡ്രോ ചെയ്തൊരു ഉൾവലിഞ്ഞ അങ്ങനത്തെ ഒരു ജീവിതമായിരിക്കും. ചിലർ ഭയങ്കര റിബലാകും, പോലെ പിടിക്കാൻ. അവർക്ക് ഫ്രസ്ട്രേഷൻ ആവും, അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് രണ്ടാമത്തെ ടൂളായ അബ്സോർബൻ മൈൻഡ് ആണ്. അബ്സോർബൻ മൈൻഡ് അറിയാൻ വേണ്ടി ഒപ്പീൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഒപ്പീനിയൻ, അവരുടെ അഭിപ്രായം അറിയിച്ചു, അതാണ് മീനിങ് വരുന്നത്. ബർത്ത്, കുട്ടിക്കൊരു മൈൻഡ് ഉണ്ട്, അത് നല്ല പോലെ എല്ലാ കാര്യങ്ങളും അബ്സോർബ് ചെയ്യുന്നതാണ്. ആ മൈൻഡിനെ നമ്മൾ സ്പിരിച്വൽ എംബ്രിയോ എന്നാണ് പറയുന്നത് അല്ലെ. ജനിച്ച ഉടനെ കുട്ടിയുടെ മനസ്സ് ഡെവലപ്പ് ആയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അതിനെ ഭ്രൂണാവസ്ഥയിലുള്ള മനസ്സെന്നുള്ള രീതിയിൽ സ്പിരിച്വൽ എംബ്രിയോ എന്ന് പറയും. ഈ അബ്സോർബൻ മൈൻഡ് എല്ലാ കാര്യങ്ങളും അബ്സോർബ് ചെയ്യും. ഇത് ഉള്ളിൽ വെച്ചിട്ടാണ് കുട്ടി ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നോളജ് അക്വയർ ചെയ്യുന്നത്, ഓരോ ആക്ഷൻസിലൂടെ. ഈ അബ്സോർപ്ഷൻ രണ്ട് സ്റ്റേജസിലാണ് നടക്കുന്നത്. ഒന്ന് അൺകോൺഷ്യസ് സ്റ്റേജിലും മറ്റൊന്ന് കോൺഷ്യസ് സ്റ്റേജിലും. അതുകൊണ്ട് അബ്സോർബൻ മൈൻഡിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക, അൺകോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും. ബർത്ത് തുടങ്ങി 3 years വരെ അൺകോൺഷ്യസ് മൈൻഡ്. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തന്നെ ഓർമ്മയുണ്ടാവില്ല ഈ ഒരു ഏജിൽ സംഭവിച്ചത്. അതിനുശേഷമുള്ളതൊക്കെ നമ്മൾ ചെറുതാദ്യമായിട്ട് സ്കൂളിൽ പോയതും ആ ടീച്ചറെയൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. കോൺഷ്യസ് മൈൻഡ് 3 to 6 years ആണ്. ഇനി അതിന്റെ ഓരോന്നിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അൺകോൺഷ്യസ് മൈൻഡ് മുഴുവനും ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? ഞാൻ റീഡ് ചെയ്യാം സർ. Unconscious mind. When the child is 0 to 3 years old, the child has an unconscious mind. His mind is not formed yet. He learns differently from adults. The adult has knowledge of his environment on which of frame, whereas the child has to start from nothing. It is the absorbent mind that allows him to absorb impressions from the environment unconsciously. He absorbs everything unconsciously, and these facts are saved as impression in his mind. Through this process, the child assimilated the knowledge impressions into his psychic life. It is important to understand that impressions do not merely enter his mind, they form it and they incarnate themselves in him. The knowledge a child absorbs unconsciously prepares the child mind, and in time it will be used as his cognate mind.
The tiny child's absorbent mind finds all its nutrients in its surroundings, especially at this beginning of life. We must therefore make the environment as interesting and attractive as we can by absorbing what he finds in the world as a whole, then analyzing it. The child creates his own mental muscles using what he finds in the world about him. The unconscious mind is complete by a conscious process which slowly awakens and takes from the unconscious what it can offer. The child constructs his mind in this way. Slowly he establishes memory, the power to understand, and the capacity to reason. By the age of 3, the unconscious preparation necessary for later development and activity is established. The child now embarks on a new mission, the development of his mental functions. Before 3, the functions are being created. After 3, they develop. കഴിയും മിസ്റ്റർ. ഓക്കെ, സോ അബ്സോർബൻ മൈൻഡിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തതില് അൺകോൺഷ്യസ് മൈൻഡ് ആണ് നമ്മൾ പറയുന്നത്. ബേർത്ത് തുടങ്ങിയിട്ട് 3 years വരെ, ബേർത്ത് സമയത്ത് തന്നെ മൈൻഡ് ഒരു ഭ്രൂണാവസ്ഥയിൽ സ്പിരിച്വൽ എംബ്രിയോ ആ ഒരു രീതിയിലായിരിക്കും. പിന്നെ അത് ഡെവലപ്പായി വരണം സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട്. അതിലെ അൺകോൺഷ്യസ് മൈൻഡിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. 0 to 3 years. ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിൽ റിലേറ്റ് ചെയ്യാനോ ആഡ് ചെയ്യാനോ ഉണ്ടെങ്കിൽ പറയാം, ലീഡ് ചെയ്യണമെങ്കിൽ ലീഡ് ചെയ്യാം കേട്ടോ. ബേർത്ത് തുടങ്ങി 3 years വരെ ആകുമ്പോൾ കുട്ടികൾക്ക് ഒരു അൺകോൺഷ്യസ് മൈൻഡ് ആയിരിക്കും. കാരണം അവരെല്ലാം അബ്സോർവ് ചെയ്യുന്നു, അതെല്ലാം അവരുടെ മൈൻഡിനകത്ത് ഇംപ്രഷൻസ് ആയിട്ട് വന്ന് നിൽക്കുന്നു. സാധാരണ അഡൾട്ടിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും അവരുടെ ആ ഒരു സമയത്തെ മൈൻഡ് എന്ന് പറയുന്നത്. അഡൾട്ട് അതിന്റെ പീക്കിൽ എത്തിയിട്ടുണ്ടാവും. കാരണം എല്ലാ നോളജും അബൌട്ട് എൻവിയോൺമെന്റ് എല്ലാം ഉണ്ടായിരിക്കും. അഡൾട്ട് ആരോടെ അടുത്തും വൈ ക്വസ്റ്റ്യൻ ചോദിച്ചൊന്നും പോവാറില്ല. അഡൾട്ടിന്റെ എല്ലാ നോളജും ഉണ്ടായിരിക്കും. കുട്ടിക്ക് പക്ഷെ അങ്ങനെയല്ല. കുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. നത്തിങ്ങിൽ നിന്ന്, 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എല്ലാം കാണുവാണ്, ഭയങ്കര ക്യൂരിയസ് ആവുന്നു, എല്ലാം കേൾക്കുന്നു, എല്ലാം മനസ്സിലാക്കുന്നു. അതിനുശേഷം ഈ അബ്സോർബൻ മൈൻഡ് എല്ലാം അബ്സോർബ് ചെയ്ത് വെച്ചിരിക്കും. ഈ ഇംപ്രഷൻസ്, ആ എൻവിയോൺമെന്റിൽ കാണുന്ന എല്ലാം അൺകോൺഷ്യസ്ലി ആ ഇംപ്രഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കും. എല്ലാം അൺകോൺഷ്യസ്ലി അബ്സോർബ് ചെയ്യും. ഇതെല്ലാം ഇംപ്രഷൻസ് ആയിട്ട് സേവ് ചെയ്ത് വെക്കുന്നു. ഈ ഒരു പ്രോസസ്സിൽ കുട്ടി ശരിക്കും ആ ഒരു നോളജ്, അവന്റെ മെന്റൽ ലൈഫ്, ആ മെന്റൽ ഡെവലപ്മെന്റിന്റെ ലൈഫിലേക്ക് ഈ നോളജിനെ ഇങ്ങനെ സേവ് ചെയ്ത് പോകും. ഇംപ്രഷൻസ് അകത്തേക്ക് കയറിയ ഇംപ്രഷൻസ് ഒരു ഫോം ആയിട്ടുണ്ടാവും. ഒരു ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ കണ്ടു, അതിന്റെ ഒരു ഇമേജ്. ഇപ്പൊ ഒരു കാറ് കണ്ടു, ആ കാറിന്റെ ഇമേജ് ചുമ്മാ ഏതെങ്കിലും രീതിയിൽ അങ്ങ് അകത്തേക്ക് കയറുന്നില്ല. ആ ഇമേജ് അതിന്റെ ഫോമില് മനസ്സിലുണ്ടാവും. അങ്ങനെ ചില കുട്ടികൾ അതിനെ റിട്രീവ് ചെയ്യുന്നത്, പേപ്പറൊക്കെ കൊടുക്കുമ്പോഴേക്കും അവർ പടം വരയ്ക്കും. ഞാൻ കാറ് വരച്ചു എന്ന് പറഞ്ഞ് കാണിക്കും. പക്ഷെ നമുക്ക് കാണുമ്പോൾ ചിലപ്പോ ചില കുട്ടികളുടെ കേസിൽ കാറ് പോലെ തന്നെ ഉണ്ടാവും, ചിലരുടെ ആ ഒരു ഷേപ്പ് ഉണ്ടാവില്ല. അവരെന്താണോ കണ്ടത് അത് ആ രീതിയിൽ അവരിങ്ങനെ ഫോം ചെയ്ത് വെക്കുന്നതാണ്. അവർ റിട്രീവ് ചെയ്ത് റീകളക്ട് ചെയ്തിട്ടാണ് അത് വരയ്ക്കുന്നത്. അങ്ങനെയാണ് ഇവരുടെ ഫോർമേഷൻ ആ ഒരു സമയത്ത് നടക്കുന്നത്. അങ്ങനെ നോളജ് അബ്സോർവ് ചെയ്യുവാണ് അൺകോൺഷ്യസ്ലി. അങ്ങനെ മൈൻഡും എല്ലാം ഇങ്ങനെ ഓരോ ടൈമിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അത് നമ്മള് ഇപ്പൊ ഒരു ഏജില് എന്തൊക്കെയാണോ നമ്മൾ തലക്കകത്ത് സേവ് ചെയ്ത് വെച്ചേക്കണേ അത് യൂസ് ചെയ്തിട്ടായിരിക്കും നെക്സ്റ്റ് ഡേ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പൊ നെക്സ്റ്റ് ഇയർ ആണെങ്കിലും ഇപ്പൊ നമ്മളൊരു എക്സാം എഴുതാൻ പോകും. കുറേ കാര്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്തു, നമ്മൾ അതെല്ലാം മെമ്മറൈസ് ചെയ്യുന്നുണ്ട്. മെമ്മറൈസ് ചെയ്യേണ്ടത് നമ്മൾ മെമ്മറൈസ് ചെയ്തിട്ടുണ്ട്, മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ എക്സാമിന് പോയിരിക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം റീകളക്ട്, നമ്മൾ റീവൈൻഡ് ചെയ്തെടുക്കുവാണ് അല്ലെ. റീകളക്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ആ പരീക്ഷ എഴുതുന്നത്. ചിലപ്പോൾ കുട്ടികൾ വന്ന് പറയും ഞാൻ പഠിച്ചതായിരുന്നു പക്ഷെ മറന്നുപോയി, കാരണം കിട്ടുന്നില്ല ആ ഒരു പേപ്പറിലേക്ക് അത് എഴുതാൻ. പക്ഷെ ചിലര് കറക്റ്റ് സിസ്റ്റമാറ്റിക് വേയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഇതിന് റെസ്പോണ്ടിങ് ആയിട്ട് എഴുതാൻ പറ്റും.
അതുപോലെ തന്നെയാണ് കുട്ടികളുടെ കാര്യം. ഇവിടെ പക്ഷെ വ്യത്യാസം അൺകോൺഷ്യസ്ലി ആണ് എല്ലാം ഒബ്സർവ് ചെയ്യുന്നത്. നമ്മള് പരീക്ഷയ്ക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺഷ്യസ്, നമ്മൾ ബോധത്തോടു കൂടി പഠിക്കുന്നു, ബോധത്തോടു കൂടി തന്നെ എക്സാം എഴുതുന്നു അല്ലെ. അപ്പൊ അൺകോൺഷ്യസ്ലി ഇവരിതെടുത്ത് ഇവരുടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അവരുടെ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഒരു ബോധപൂർവം കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ ഈ കോൺഷ്യസ് മൈൻഡ് ആകുന്ന ഏജില് ഇവരുടെ പ്രീവിയസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ് അവർ കുറെ കാര്യങ്ങളൊക്കെ ഇമേജ് ആയിട്ട് വെച്ചിട്ടുണ്ടാവുമല്ലോ. ഇതെല്ലാമാണ് ഇവരെ ആ ഒരു കോൺഷ്യസ് മൈൻഡിന്റെ സമയത്ത് ഡെവലപ്പ് ആകാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അല്ലാതെ അൺകോൺഷ്യസ് മൈൻഡ് കൊണ്ട് ഉപകാരമില്ല, അത് വെറുതെയാണ്, നമ്മളൊന്നും ഓർക്കുന്നില്ല. പക്ഷെ അതിന്റെ റിഫ്ലക്ഷൻസ് ആണ് നമ്മുടെ നെക്സ്റ്റ് പീരീഡിലേക്ക് ശരിക്കും വരുന്നത്. നമ്മൾ ഓർക്കുന്നില്ല എങ്കിൽ പോലും അതിന്റെ ഒരു റിഫ്ലക്ഷൻസ് ആണ് നമ്മുടെ നെക്സ്റ്റ് കോൺഷ്യസ് ആകുന്ന അവസ്ഥയിൽ ഉണ്ടാകുന്നത്. എല്ലാ ന്യൂട്രിയൻസും സറൗണ്ടിങ്സിൽ നിന്ന് കുട്ടി ഫൈൻഡ് ഔട്ട് ചെയ്യും, അതായത് ബിഗിനിങ് ഓഫ് ലൈഫില്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുട്ടിക്ക് വേണ്ടുന്ന, ഇൻട്രസ്റ്റിംഗ് ആകുന്ന, അട്രാക്റ്റീവ് ആകുന്ന സാധനങ്ങളെല്ലാം ആ ഒരു എൻവയോൺമെന്റിൽ ഒരുക്കണം. കാരണം അവൻ ചിലപ്പോ എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് അബ്സോർബ് ചെയ്തെടുക്കുന്നത്, എന്തിലേക്കാണ് അവന്റെ ഇൻട്രസ്റ്റ് പോകുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ അങ്ങനെ ആ രീതിയിൽ കുഞ്ഞ് ജനിച്ച ഉടനെ തൊട്ടിലൊക്കെ കിടക്കുവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, തൊട്ടിലൊരു ഇതിങ്ങനെ തൂക്കിയിടും, ചെറിയ ശബ്ദവും കേൾക്കും, ഭയങ്കര കളർഫുൾ ആയിട്ടുള്ളൊരു തൂക്കിയിടുമല്ലോ, അതിൽ തന്നെ എത്ര നേരം വേണമെങ്കിലും നോക്കിക്കും. അപ്പൊ അവർക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ളതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവർ വളരുന്ന എൻവിയോൺമെന്റിൽ ഒരുക്കണം എന്നാണ് പറയുന്നത്. അവന് പല കാര്യങ്ങളെ കുറിച്ചും അവന്റേതായ ചില ധാരണകളുണ്ട്. അതിനാണ് ഇവിടെ മെന്റൽ മസിൽസ് എന്ന് പറയുന്നത്. ചൈൽഡ് ക്രിയേറ്റ്സ് ഹിസ് ഓൺ മെന്റൽ മസിൽസ്. അവന്റേതായ ചില ധാരണകൾ ഓരോ കാര്യങ്ങളെ കുറിച്ചും. ചിലപ്പോ അതിന് അവൻ വിളിക്കുന്ന പേര് വേറെ ആയിരിക്കാം. എന്താണോ അവൻ ചുറ്റുപാട് നിന്ന് കാണുന്നത് അതിന് അവൻ എന്തെങ്കിലും അവന്റേതായ ഒരു കൺസെപ്റ്റും അവന്റേതായ രീതികളും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അൺകോൺഷ്യസ്ലി നമ്മൾ എടുത്ത കാര്യങ്ങൾ അതിങ്ങനെ സ്ലോലി കോൺഷ്യസ് എന്നുള്ള സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. അങ്ങനെ അവന്റെ മൈൻഡ് കൺസ്ട്രക്ട് ആവുന്നു, ഒരു പ്രത്യേക വേയില് മൈൻഡ് കൺസ്ട്രക്ട് ആവുന്നു. അങ്ങനെ അവനിൽ മെമ്മറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അങ്ങനെയാണ് ഒരു 3 years ആകുമ്പോൾ. അപ്പൊ 3 years വരെയുള്ള ഒരു പ്രൊസീജിയർ അതാണ്. ആ ഒരു സെൽഫ് കൺസ്ട്രക്ഷൻ ആണ്, മൈൻഡിനെ രൂപപ്പെടുത്തി എടുക്കുക. അതായത് എംബ്രിയോ സ്റ്റേജിലായിരുന്നു, വളരെ ചെറിയ ഫോമിലായിരുന്നു, ഭ്രൂണാവസ്ഥയിലായിരുന്നു. അതിനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ആ 0 to 3 years വരുന്നത്. അങ്ങനെ അവന്റെ മൈൻഡ് ഡെവലപ്പായി അവൻ കോൺഷ്യസ് സ്റ്റേജിലേക്ക് മാറുന്നു, കോൺഷ്യസ് മെമ്മറി ആയിട്ട് മാറുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺകോൺഷ്യസ് പ്രിപ്പറേഷൻ നെസസറി ആയിരുന്നു. നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഒരു അൺകോൺഷ്യസ് പ്രിപ്പറേഷൻ നെസസറി തന്നെയായിരുന്നു ലേറ്റർ, പിന്നീടുള്ള ഡെവലപ്മെന്റിന്റെ. അതാണ് നമ്മൾ ആ ഒരു ചെറിയ പ്രായത്തില് അവർക്ക് ചിലര് ഭയങ്കര സയന്റിഫിക് ആയിട്ട് അവർക്ക് വേണ്ടുന്ന ടോയ്സും അവർക്ക് വേണ്ടുന്ന ആക്ടിവിറ്റീസിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ചില പാരന്റ്സിന് അറിയാം. അങ്ങനെ അവരുടെ മെന്റൽ ഫങ്ഷൻസ് ഡെവലപ്പ് ചെയ്യുന്നു. ഈ ബിഫോർ 3 ആ ഡെവലപ്പ് ആകുന്നതിന് മുമ്പ് അതെല്ലാം ക്രിയേറ്റ് ആയി ഒരു ഫോമിലേക്ക് ആക്കി കൊണ്ടുവന്ന് അത് ഡെവലപ്പ് ചെയ്യുന്നു. ആഫ്റ്റർ 3 ആകുമ്പോൾ അത് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും, നമുക്ക് മെമ്മറി കിട്ടുന്നു. ദാറ്റ് ഈസ് കോൺഷ്യസ് മൈൻഡ്. അപ്പൊ നെക്സ്റ്റ് കോൺഷ്യസ് മൈൻഡ് ആണ് 3 to 6 years. അത് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? Conscious mind, 3 to 6 years. From 3 to 6 years, the child continues to absorb knowledge, and this is also a period of self-construction. However, the child is now conscious. He has a memory and has advanced a will. Now he takes in consciously using his hand. It is by means of work that he becomes conscious and develops himself by means of his hand. He learns writing, reading, fundamental ideas, numbers, and many other things automatically and without fatigue. So we have to understand that the first period in human development in which character is formed is the most important time. At no other age has the child greater need of an intelligent help, and any barrier that impedes his creative work will lessen the chance he has of achieving perfection. He has a type of mind that goes after the concrete.
He has the great power of imagination. The children should be allowed to work at their own pace, completing the cycle of activity so necessary to their growth and development. സോ കോൺഷ്യസ് മൈൻഡ് 3 to 6 years അൺകോൺഷ്യസ്ലി മൈൻഡിനെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന് കോൺഷ്യസ് സ്റ്റേറ്റിലേക്ക് ആകുന്നു. അങ്ങനെ മെമ്മറി വരുന്നു, അത് ഡെവലപ്പായി വരുന്നു. അതാണ് ആഫ്റ്റർ 3 കഴിയുമ്പോൾ സംഭവിക്കുന്ന ചേഞ്ച്. ആഫ്റ്റർ 3 to 6 years കോൺഷ്യസ് മൈൻഡ് കുട്ടി ശരിക്കും നോളജ് എല്ലാം അബ്സോർബ് ചെയ്യും. അത് കുട്ടിയുടെ സെൽഫ് കൺസ്ട്രക്ഷന്റെ ഒരു പീരീഡ് തന്നെയാണ്. നല്ല കോൺഷ്യസ് ആയിരിക്കും, അവനെല്ലാം ഓർമ്മയുണ്ടാവും, കാണുന്നതും കേൾക്കുന്നതും എല്ലാം അവന്റെ ഓർമ്മയുണ്ടായിരിക്കും. മെമ്മറി ആയിരിക്കും, അവന്റെ അവന്റെ പേഴ്സണാലിറ്റി, ഇൻഡിവിജ്വാലിറ്റി എല്ലാം ഡെവലപ്പ് ചെയ്ത് വരുന്നു, അഡ്വാൻസ്ഡ് ആയി വരുന്നു. എല്ലാ കാര്യങ്ങളും കോൺഷ്യസ്ലി ആണ് എടുക്കുന്നത്. കൈ ഉപയോഗിച്ച് തന്നെയാണ് തന്നെ പലതും. കൈയും മൗത്തും ആണ് അവരുടെ ഇൻസ്ട്രുമെന്റ്സ്, ഇന്റലിജൻസിന്റെ ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. പക്ഷെ ഒരു ആക്ടിവിറ്റീസ് ചെയ്യുവാണ്, അതാണ് കൈക്ക് ഇമ്പോർട്ടന്റ് കൊടുത്ത് ഓരോന്നെടുത്തെടുത്ത് ഓരോരോ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെയാണ് അവൻ ബിക്കംസ് കോൺഷ്യസ് ആവുന്നത്. വെള്ളം നമ്മളൊരു ഗ്ലാസ്സിൽ കുട്ടി ആദ്യമായിട്ട് എടുക്കുമ്പോൾ ആ ഒരു ജഗ് പിടിച്ചിങ്ങനെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ ചിലപ്പോൾ കുറേയൊക്കെ തെറിച്ച് പുറത്തേക്ക് പോയിട്ടുണ്ടാവും. അപ്പൊ അവൻ കോൺഷ്യസ് ആവും. ഞാൻ ഇനി അടുത്ത തവണ എടുക്കുമ്പോൾ വെള്ളം ശരിക്കും നല്ല രീതിയിൽ എടുക്കും, കളയില്ല. അങ്ങനെ ഓരോ പ്രാവശ്യം ആവുന്നതോറും ഇവൻ കൂടുതൽ കോൺഷ്യസ് ആവും. അങ്ങനെയാണ് ആ കോൺഷ്യസ് മെമ്മറിയുടെ കാര്യം. പലതും പഠിക്കണം, റൈറ്റിംഗ്, റീഡിങ്, ഫണ്ടമെന്റൽ ഐഡിയാസ്, നമ്പേഴ്സ് ആൻഡ് അതുപോലെ തന്നെ വേറെയും പല കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി ആൻഡ് വിത്തൗട്ട് ഫാക്ടർ എല്ലാം ഓട്ടോമാറ്റിക്കലി ആണ് പഠിക്കുന്നത്. ക്ഷീണം ഉണ്ടാവില്ല, ഭയങ്കര ഒരു എനർജറ്റിക് ആയിരിക്കും ഇവർ ഈ സമയത്തിൽ. അവർക്ക് ഒട്ടും ക്ഷീണം ഉണ്ടാവില്ല. നമ്മൾ പറയില്ലേ, എന്തോ ഒരു നേരമായി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇവരൊന്നും ക്ഷീണിക്കുന്നില്ലേ, ഒരു ക്ഷീണവും ഇല്ല. പക്ഷെ ആ സമയത്ത് അവരത്ര ആക്റ്റീവ് ആയിരിക്കും. ഈ ഒരു ടൈം, ആ ഒരു ഫസ്റ്റ് പീരീഡ് ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇവന്റെ മെമ്മറി കോൺഷ്യസ് ആവുന്നു, അവന് പലതും പഠിക്കുന്നു, അവന്റെ ആ ഒരു ക്യാരക്ടർ ഫോം ചെയ്യുന്നു. കാരണം ഇതിന്റെ പടിയായിട്ടായിരിക്കും അടുത്തടുത്തടുത്ത ഏജില് കാര്യങ്ങളെല്ലാം വരുന്നത്. ഇപ്പൊ അവൻ ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് തടസ്സം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് അവന്റെ പെർഫെക്ഷൻ റിസൾട്ട് അച്ചീവ് ചെയ്യുന്നതിന് തടസ്സമായിരിക്കും. പിന്നെ ആദ്യത്തെ ഒരു ടൈമിലൊക്കെ കുട്ടികൾക്ക് കോൺക്രീറ്റ് ഐഡിയാസ് മാത്രമേ ഉള്ളൂ. അതായത് അവർക്ക് കാണുന്നതും സെൻസസ് യൂസ് ചെയ്തിട്ടാണല്ലോ അവരെല്ലാം ലേൺ ചെയ്യുന്നത്. ഈ ഒരു പ്രായത്തില് അവർ കാണുന്നതും കേൾക്കുന്നതും തൊട്ട് നോക്കാൻ പറ്റുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയുള്ളൂ. അവരോട് അബ്സ്ട്രാക്ട് ഐഡിയ ചിന്തിക്കൂ, അസ്യൂം ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലൊന്നും അവർക്ക് അറിയില്ല. അത് വീണ്ടും വീണ്ടും ഡെവലപ്പായി അവരതിലേക്ക് എത്തണം. പവർ ഓഫ് ഇമാജിനേഷൻ കൂടുതലാണ്. കുട്ടികള് അവരുടെ സ്പേസിൽ തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ സൈക്കിൾ ഓഫ് ആക്ടിവിറ്റി, അപ്പൊ അവരുടെ ആ ഒരു സൈക്കിൾ ഓഫ് ആക്ടിവിറ്റി അതങ്ങനെ കംപ്ലീറ്റ് ആകും. അത് അവരുടെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ഹെൽപ്ഫുൾ ആണ്. നമ്മൾ ഏകദേശം 4th യൂണിറ്റ്സ് കഴിഞ്ഞു. 4th 1 കഴിഞ്ഞു. നെക്സ്റ്റ് 7th ആയിരിക്കും ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആയി ഇവിടെ ഇതിനകത്ത്? ഫൈവും 6ഉം ഒക്കെ എടുത്തോ? നോർമലൈസേഷനും ഡീവിയേഷനും അതുപോലെ തന്നെ സൊസൈറ്റി ഓഫ് കൊഹിഷൻ. അശ്വതി മാം ഇപ്പൊ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ പാഠം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സൊസൈറ്റി ബൈ കൊഹിഷൻ എടുത്തിട്ടില്ല അല്ലെ? വേറെ ആരും എടുത്തിട്ടില്ലല്ലോ. നമ്മൾ 7th യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. മറിയ മോണ്ടിസോറി അവരുടെ ഒബ്സർവേഷൻ, അവരുടെ പോസ്റ്റുലേറ്റ് ചെയ്ത തിയറി, പ്രിൻസിപ്പിൾസ് ഇതെല്ലാം വെച്ചിട്ട് ഒരു എൻവയോൺമെന്റ്, അതായത് എൻവയോൺമെന്റ് എന്ന് ഉദ്ദേശിക്കുന്ന കുട്ടികളുടെ ക്ലാസ് റൂം ആണ് കേട്ടോ. ക്ലാസ് റൂം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതാണ് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കാണും. നിങ്ങൾക്ക് 10 ക്വസ്റ്റ്യൻസിന്റെ അസൈൻമെന്റ് തന്നിരുന്നു. ഒരുമിച്ച് 10 questions.
തന്നിരുന്നു ടീച്ചർ. ക്ലാസ് റൂമിൽ അതിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം വന്നതല്ലേ? ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു. എന്തോ പറഞ്ഞായിരുന്നു ക്ലാസ് റൂമിൽ വന്നോന്ന് അറിയില്ല. ചെക്ക് ചെയ്ത് ചോദിച്ചു നോക്കാം. എഴുതി തുടങ്ങിയോ? ക്ലാസ് റൂമിൽ വന്നാലേ എഴുതി തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു, കാരണം ക്വസ്റ്റ്യൻസ് അറിയണ്ടേ. ആരോ പേഴ്സണലി ചോദിച്ചത് ഈ ബാച്ചിലാണോ? ഞാൻ പേഴ്സണലി അയച്ചു, ക്ലാസ് റൂമിലൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അപ്പൊ പ്രാക്ടിക്കലിന് വരുമ്പോ ഇതും കൂടെ കൊണ്ടുവരണമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ അത് എഴുതിക്കൊണ്ടാണ് അന്ന് വന്നത്. അപ്പൊ സൈൻ കിട്ടിയപ്പോ അത് കൂട്ടി സൈൻ കിട്ടി. അങ്ങനെ അതുകൊണ്ട് ക്ലാസ് റൂമിൽ വന്നോന്ന് എനിക്ക് ശരിക്കും അറിയത്തില്ല. അല്ലാണ്ട് ടീച്ചർ പറഞ്ഞപ്പോ നമ്മുടെ ഗ്രൂപ്പിൽ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടായിരുന്നു. അപ്പൊ അത് നോക്കി ഞാൻ എഴുതിയായിരുന്നു. ഞാൻ ഇവിടെ ചെക്ക് ചെയ്യാം. ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ക്ലാസ് റൂമിൽ വന്നോ. ചെക്ക് ചെയ്യാൻ ചോദിക്കും. മിസ്സേ, നിങ്ങൾക്ക് വൈവ് എപ്പോഴാവും ഉണ്ടാവുക? ഇപ്പൊ 10ന്റെയും 11ന്റെയും അറ്റ് പ്രസന്റ് നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പൊ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെഷനും കഴിഞ്ഞല്ലോ അല്ലെ? ഇനി നിങ്ങൾക്ക് വൈബ് ഇടാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒന്ന് കഴിഞ്ഞിട്ട് ഇടുകയായിരിക്കും. വൈവയ്ക്ക് അസൈൻമെന്റ് ഒക്കെ നമ്മൾ ചെയ്തേന്ന് അതൊന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കോ? അത് അപ്പാരറ്റസ് എന്ന ക്വസ്റ്റ്യൻ ഉണ്ടാവുക? അത് എങ്ങനെയാ ഉണ്ടായിരിക്കും വൈവ? ജനറലി ചോദിക്കുള്ളൂ. അസൈൻമെന്റ്സ് എല്ലാം നിങ്ങൾ ചെയ്തോ. പിന്നെ 10 ക്വസ്റ്റ്യൻസിന്റെ അസൈൻമെന്റ്സിന് ഞാൻ ചോദിക്കാറുണ്ട്. ലൈക്ക് നിങ്ങൾ 10 ക്വസ്റ്റ്യൻസിൽ എഴുതിയിട്ടുണ്ട് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ടീച്ചേഴ്സ്, ആരെങ്കിലും ഒരാളെ പറ്റി ഒന്ന് പറയാമോ, ഒന്ന് ബ്രീഫ് ചെയ്യാമോ, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ നമ്മുടെ അപ്പാരറ്റസ് എന്ന ക്വസ്റ്റ്യൻ ചോദിക്കോ? അപ്പാരറ്റസ് ഉദ്ദേശിക്കുന്നത് ഏതാ? മോണ്ടിസോറി ഡിസൈൻ ചെയ്ത അപ്പാരറ്റസ് ആണോ? നമ്മുടെ റെക്കോർഡിൽ എഴുതാം. യെസ്, അത് ഡെഫിനറ്റ്ലി ചോദിക്കും. കാരണം 100 മാർക്ക് അതിനുള്ളതാണ്. അതിലെ മെറ്റീരിയൽസ് ഏതെങ്കിലും പറയണം, ജസ്റ്റ് അതിന്റെ ഫീച്ചേഴ്സ് പറയൂ. നോബ്ഡ് സിലിണ്ടർ ആണെങ്കിൽ നോബ്ഡ് സിലിണ്ടറിന്റെ ഫീച്ചേഴ്സ് ഒന്ന് പറയൂ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാം. കളർ ടാബ്ലറ്റ്സ് എത്ര ടൈപ്പ് ഉണ്ട്, ബൈനോമിയൽ ക്യൂബ്സ് അതെന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. മാം, നമ്മൾ ഈ നോബൽ സിലിണ്ടേഴ്സ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല വേണ്ട, അത് ശരിയാ. കാരണം നമ്മളെ കൊണ്ട് പറ്റുന്ന മാത്രം നമ്മളൊരു ലിസ്റ്റ് തന്നിട്ടുണ്ടല്ലോ, അത് മാത്രം ഉണ്ടാക്കിയാൽ മതി. കാരണം മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത എല്ലാ മെറ്റീരിയൽസും നമുക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊട്ടും പോസിബിൾ അല്ല. പക്ഷെ നമുക്ക് പിങ്ക് ടവറിന്റെ ഒരു റിപ്ലിക്ക ഉണ്ടാക്കാം ചാർട്ട് പേപ്പർ യൂസ് ചെയ്തിട്ട്. അതെല്ലാവരും ചെയ്യിക്കുന്നുണ്ട്, വളരെ അട്രാക്റ്റീവ് ആണല്ലോ. പിന്നെ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് അതെല്ലാവരുടെ നിർബന്ധമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് സിലിണ്ടേഴ്സ് ചെയ്യണോന്നാണ് പോയി പെട്ടെന്ന്. ഇല്ല, നമുക്ക് 100 മാർക്കിന്റെ ഒരു സെഷനാണ് നിങ്ങൾ ആ പ്രാക്ടിക്കൽ സെഷന്റെ സ്പ്ലിറ്റപ്പ് എടുത്ത് നോക്കി കാണാം. മോണ്ടിസോറി അപ്പാരറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതെന്ന് പറഞ്ഞാൽ മോഡ്യൂൾ 3 നമ്മൾ 5ാമത്തെ റെക്കോർഡ് എഴുതിയ കാര്യങ്ങളാണ്. നിങ്ങൾ പ്രാക്ടിക്കൽ ചെയ്തതും പ്രാക്ടിക്കലിന്റെ ഡെമോ കണ്ട കാര്യങ്ങളുമാണ് അതിനകത്ത് വരുന്നത്. അപ്പൊ അത് കറക്റ്റ് അറിഞ്ഞിരിക്കണം ഓരോ മെറ്റീരിയൽസിനെ കുറിച്ചും. ദിവസം ഒരു 2-3 മെറ്റീരിയലിനെ പറ്റി ഒന്ന് വായിച്ചു നോക്കുക, ഗൂഗിൾ ചെയ്ത് നോക്കുക, അങ്ങനെ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക, അതൊക്കെ ചെയ്താൽ മതി. എല്ലാം കൂടെ ഒരുമിച്ച് വൈകി സമയം ചെയ്തതിൽ 3 ഇപ്പൊ ഒരു എക്സാമ്പിൾ നമ്മൾ 5 ഏരിയ ആയിട്ടാണ് പ്രാക്ടിക്കൽ സെഷനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലെ? അതിലെ ഫസ്റ്റ് 1 പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ ആണ്. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ നമ്മൾക്ക് വരുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണ് അതെടുത്ത് നോക്കുക. മാറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ഫ്രെയിംസ്, ഇത്രയാണ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ വരുന്നത് അല്ലെ? ഞാൻ ലിസ്റ്റ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അതിന്റെ. ഇനി അപ്പൊ അത് രണ്ടിനെ കുറിച്ച് ഒരു ദിവസം മനസ്സിലാക്കി വെക്കുക. പിന്നെ അടുത്തത് സെൻസോറിയൽ ഏരിയ ആണെങ്കിൽ സെൻസോറിയൽ ഏരിയ എടുക്കുക. അതിൽ കുറെ അധികം മെറ്റീരിയൽസ് കാണുമായിരിക്കും. അതിൽ 2-3 ഒക്കെ വെച്ചിട്ട് 3-4-5 ദിവസം കൊണ്ട് അത് കംപ്ലീറ്റ് ആക്കുക. പിന്നെ മാത്തമാറ്റിക്കൽ ഏരിയ അങ്ങനെ വായിച്ചോളൂ. കാരണം പിന്നില്ലേ നമ്മൾ ഇതിനെപ്പറ്റി ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴേ നമ്മള് ഇംഗ്ലീഷിൽ തന്നെ പറയുമോ? അത് ഡിപ്പെൻഡിങ് ഓൺ ദ ടീച്ചർ എങ്ങനെയാണോ ചോദിക്കുന്നത് അതിനനുസരിച്ച്. പിന്നെ ചില കുട്ടികൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇംഗ്ലീഷിലായിരിക്കും, പിന്നെ അവരോട് ഇംഗ്ലീഷിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. അതായത് ഞാൻ ചെയ്യാറ്. ചിലർക്ക് മലയാളം അറിയാത്തവരുണ്ടല്ലോ, അവരോട് പിന്നെ അങ്ങനെ സംസാരിക്കും. നമ്മൾ കംഫർട്ടബിൾ എന്തോ ഞങ്ങൾക്ക് മലയാളം അറിയുള്ളൂ. എന്താ വേറൊരു ലാംഗ്വേജ് അറിയാൻ ശ്രമിക്കാതെ എന്താ? ഇല്ല മാം, നമുക്ക് ഒരു വൈകി എന്നൊക്കെ പറയുമ്പോ ഫുൾ നമുക്ക് ചിലപ്പോ നമ്മുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ലാംഗ്വേജ് വേണമല്ലോ. ജസ്റ്റ് എന്തെങ്കിലും പറയുമ്പോഴോ അല്ലെങ്കിൽ നോട്ട്സ് ചെയ്യുന്ന പോലെ അല്ലല്ലോ. ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഇത്
നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അപ്പുറത്തെ ആളിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും നല്ല ലാംഗ്വേജ് വേണം. അപ്പൊ ചിലപ്പോ എന്നെ സംബന്ധിച്ച് എന്റെ കയ്യിലുള്ള ഇംഗ്ലീഷ് വെച്ചിട്ട് ഒരു പക്ഷെ അത് അത്രത്തോളം അങ്ങോട്ട് കംപ്ലീറ്റ് ആവാൻ പറ്റില്ല മേ ബി. അല്ല, നിങ്ങൾക്ക് കംഫർട്ടബിൾ ലാംഗ്വേജിനെ നമ്മൾ പറയാറുള്ളൂ. പക്ഷെ ചില ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോഴേക്കും അവർ ഇംഗ്ലീഷിലാട്ടോ ചോദിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ഫുൾ ഇങ്ങനെ ബൈ ഹാർട്ട് പഠിച്ചേക്കണം. പക്ഷെ ബൈ ഹാർട്ട് പഠിച്ചാൽ നമ്മുടെ പെട്രോൾ തീർന്നാ കഴിഞ്ഞ് പിന്നെ നമുക്കൊന്നും കിട്ടില്ല. അതാ പ്രശ്നം. അതാണ് ചോദിച്ചത്. മാക്സിമം പ്രാക്ടീസ് ചെയ്താൽ മതി. ഇംഗ്ലീഷ് ഒക്കെ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യം. പക്ഷെ കുറെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ഇപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ കുറെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. പക്ഷെ എന്നാലും വൈബ് ഞാനുള്ള ഒരു കോൺഫിഡന്റ് ആയിട്ടില്ല. കുഴപ്പമില്ല, കംഫർട്ടബിൾ ലാംഗ്വേജ് തന്നെ യൂസ് ചെയ്തോളൂ. പക്ഷെ ഞാൻ അതില് നിങ്ങളുടെ പെർഫോമൻസ് ലാംഗ്വേജിന്റെ ആ ഒരു ഏരിയയില് പെർഫോമൻസ് നോക്കുന്നത് കൊളോക്കിയലായിട്ട് സംസാരിക്കുന്നുണ്ടോ. ചിലർ വീട്ടില് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ നമ്മളുടെ ആ നാട്ടുകാരൊക്കെ ആയിട്ട് സംസാരിക്കുന്ന നമുക്കൊരു സ്ലാങ് വരുമല്ലോ, ഒരു കൊളോക്കിയലായിട്ട് നമ്മൾ സംസാരിക്കുമല്ലോ. ആ രീതിയിൽ വരുന്നുണ്ടോന്ന് ഞാൻ നോക്കും. അത് വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് മാർക്കൊന്ന് കുറയ്ക്കും. കാരണം നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ഒരു വൈവിയാണല്ലോ, അതൊരു ശരിക്കൊരു ഇന്റർവ്യൂ പോലെ തന്നെ സംസാരിക്കുന്നതാണോ? അതെ. അല്ലേ? നമ്മള് ആകെ മതി കംഫർട്ടബിൾ ലാംഗ്വേജ് യൂസ് ചെയ്യാം. പക്ഷെ പ്രസന്റ് ചെയ്യുമ്പോൾ ആ ഒരു ക്ലാരിറ്റി, നമ്മളുടേതായ സ്ലാങ് ഒക്കെ വരാതെ നോക്കുക. മിസ്സേ, വൈവയുടെ സമയത്ത് നമ്മൾ എഴുതിയ റെക്കോർഡുകളൊക്കെ കാണിച്ചു തരാൻ പറയോ? ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യോ? ഞാൻ പറഞ്ഞല്ലോ, ഡിപ്പെൻഡിങ് ഓൺ ദ ടീച്ചർ. ആ ടീച്ചർ എങ്ങനെയാണോ, പക്ഷെ നമ്മൾ ചെയ്ത എല്ലാ വർക്കുകളും നമ്മൾ നമ്മുടെ സൈറ്റിൽ വെച്ചിട്ടുണ്ടായിരിക്കണം. ആ സമയത്ത് ഓടി നടന്നെടുക്കാനുള്ള ഒരു ഇത് വരരുത്. 10 മിനിറ്റ് അല്ലേ ഉള്ളൂ. അപ്പൊ നമ്മളെല്ലാം നമ്മുടെ സൈഡിൽ അവിടെ എല്ലാ ടൈമിലും ഞാനായിരിക്കില്ല. നിങ്ങളെ പഠിപ്പിക്കുന്ന ആ ടീച്ചേഴ്സില്ലേ, ഇപ്പൊ കുറെ പേര് ഉണ്ടല്ലോ, അശ്വതി മിസ് ഉണ്ട്, അപർണ മിസ് ഉണ്ടോ? അവൈലബിൾ ടീച്ചേഴ്സ് ആ ടൈമിൽ ഫ്രീ ആയിട്ട് ടീച്ചേഴ്സിന്റെ അവൈലബിലിറ്റി അനുസരിച്ചാണ് സ്ലോട്ട് ഇടാറ്. 10 മിനിറ്റേ ഉണ്ടാവുള്ളൂ മാം വൈവ. 10 മിനിറ്റേ ഉണ്ടാവുള്ളൂ. പിന്നെ ചില സമയത്ത് ചില കുട്ടികൾ ഒത്തിരി അങ്ങ് സംസാരിക്കുമ്പോൾ അതങ്ങനെ കൂടി പോകുന്നേ ഉള്ളൂ. അവർ കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യും, ഓരോ ജോലിക്ക് പോയ കാര്യവും ടീച്ചിങ് പ്രാക്ടീസിന് പോയ കാര്യമൊക്കെ. അതിനെ റിലേറ്റ് ചെയ്തൊക്കെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ കുറെ പറയാനുണ്ടാവും. അത് മുഴുവൻ പറയുമ്പോഴേക്കും ഞാൻ പിന്നെ അടുത്ത് വരുന്ന ആളോട് ഒരു 5 മിനിറ്റ്സ് കൂടെ കഴിഞ്ഞിട്ട് കയറാനൊക്കെ ആയിട്ട് പറയും. അങ്ങനെ മിക്കവാറും ഞാനൊരു രാത്രി 8 to 9 ഒക്കെ വെച്ചാലും ഞാൻ എടുക്കുന്ന വൈവ് തീരുമ്പോൾ 9:15 ആവാറുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഒരു 2-3 മിനിറ്റ് ഒക്കെ കൂടിയൊക്കെ പോകുമ്പോഴേ ഞാനായിട്ട് കൂട്ടുന്നല്ല കേട്ടോ, അവരാ ഇൻട്രസ്റ്റ് പറയുമ്പോൾ ഞാൻ പിന്നെ അങ്ങനെ കേൾക്കും. ഓക്കെ, ഇപ്പൊ പിന്നെ വേറെ ഒന്നുമില്ലല്ലോ. നമുക്ക് ഈ ലെസൺ അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇനി സെൽഫ് കൺസ്ട്രക്ഷന്റെ ക്വസ്റ്റ്യൻസും യൂണിറ്റ് 3 ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് ക്വസ്റ്റ്യൻ കിട്ടിയോ? മോക്ക് ടെസ്റ്റ് കിട്ടിയിട്ടില്ല. തരാം. 13 അത് കൊടുത്തല്ലോ, നിങ്ങൾക്ക് വിട്ടുപോയതായിരിക്കും. ഓക്കെ ദെൻ, ശരി, ബൈ. ബായ്. എന്താണ് അവിടെ പരിപാടി? അമ്മയെ പഠിപ്പിക്കുവാണോ? ആളെ എന്റെ കൂടെ എപ്പോഴും വന്നിരിക്കും. എനിക്കാണിപ്പോ സൗണ്ട് ഒട്ടുമില്ല. അപ്പൊ ആളോട് വിട്ടോണ്ടിരിക്കുമ്പോ കേൾക്കൂല. ഓക്കെ, ബൈ മാം. ബൈ മാം. ബൈ. ബൈ മാം. ബൈ. Thank you, ma'am.